എൻ്റെ ഈ വിഷയത്തിൻ്റെ തലവാചകം ഒരുപാട് ആളുകളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. പലരും പറഞ്ഞത് ഈ സമയത്താണോ ഇത് എന്നാണ്. ഇത് ഈ ഒരു വിഷയത്തിന് മാത്രമല്ല, ഞാൻ എവിടൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ സമയത്താണോ ഇത് എന്ന വാദം അവരുന്നയിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ഞാൻ ഇത് കാര്യമാക്കുന്നില്ല. ഞാൻ ഈ വിഷയം കഴിഞ്ഞ സ്വതന്ത്ര ലോകം നടന്ന സമയത്ത് തന്നെ തീരുമാനിച്ച വിഷയമാണ്. ഇത് 3 ഭാഗങ്ങളായിട്ട് അവതരിപ്പിക്കാം എന്ന് കരുതി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. അതിൻ്റെ 1-ാം ഭാഗം എറണാകുളത്ത് കഴിഞ്ഞ മാസം 2 മാസം മുമ്പ് അവതരിപ്പിച്ചു. ജാഹിലിയ എന്നായിരുന്നു അതിൻ്റെ പേര്. അത് അതിനു മുമ്പ് കോഴിക്കോട് അവതരിപ്പിക്കാൻ വെച്ചതായിരുന്നു. പ്രളയം കാരണം വേണ്ടെന്ന് വെച്ച പ്രോഗ്രാമിൽ അത് എറണാകുളത്ത് അവതരിപ്പിച്ചു. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും ശബ്ദം വളരെ അരോചകമായതുകൊണ്ട് പലരും അത് മുഴുവൻ കണ്ടിട്ടുണ്ടാവില്ല എന്നെനിക്കറിയാം. എങ്കിലും അതിൻ്റെ 2-ാം ഭാഗം എന്ന നിലക്ക് ഞാൻ അവതരിപ്പിക്കുന്ന ഈ വിഷയം പൂർണ്ണമാവുന്നത് അടുത്ത ഒരു ഭാഗത്തോടു കൂടിയാണ്. അത് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം, ഞാൻ ഖുറാനെക്കുറിച്ചും ഹദീസിനെക്കുറിച്ചും മറ്റു പല വിഷയങ്ങളെക്കുറിച്ചും ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തുകയും കുറേ കാര്യങ്ങൾ പറയുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇസ്ലാം മതത്തിൻ്റെ ചരിത്രത്തെ അവലോകനം ചെയ്യുന്ന അധികം അവതരണങ്ങൾ നടത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതും കൂടി പറയാം എന്ന് കരുതിയാണ് ഈ ചരിത്രം വിഷയമായിട്ടെടുത്തത്. ജാഹിലിയ എന്ന അവതരണത്തിൽ ഞാൻ അവതരിപ്പിച്ചത് 13 വർഷത്തെ മുഹമ്മദ് നബിയുടെ മക്ക ജീവിതകാലത്ത് നടന്ന ചില സംഭവങ്ങളാണ്. സംഭവങ്ങൾ എന്നതിലുപരി എന്തുകൊണ്ട് മുഹമ്മദ് എന്ന പ്രവാചകൻ 13 വർഷം സ്വന്തം നാട്ടിൽ തൻ്റെ പ്രവാചകത്വ ദൗത്യം നിരന്തരമായി അവതരിപ്പിച്ചിട്ടും ആ നാട്ടിലെ ജനത അദ്ദേഹത്തെ തിരസ്കരിക്കുകയും അദ്ദേഹത്തിന് മദീന എന്ന മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു എന്നതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാരണമാണ് ഞാൻ അതിൽ അവതരിപ്പിച്ചത്. നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ച ചരിത്രത്തിൽ മുഹമ്മദ് നബി ക്രൂരമായ അക്രമങ്ങൾക്ക് വിധേയമായതുകൊണ്ടാണ് അദ്ദേഹം ഗത്യന്തരമില്ലാതെ മദീനയിലേക്ക് പോയത് എന്നാണ് നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അത് മദ്രസ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ ആരും ധരിച്ചു പോകും. പക്ഷേ ഇസ്ലാമിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ വിശദമായി പരിശോധിച്ചപ്പോഴാണ് ആ പറഞ്ഞതിൽ യാതൊരു വസ്തുതയുമില്ല എന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ നേരത്തെ ലിയാക്കത്ത് പറഞ്ഞ മാതിരി നമ്മളൊരു ക്രിട്ടിക്കൽ സ്റ്റഡി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് വരികളിൽ നിന്നും വരികൾക്കിടയിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാവുക. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞത്. മുഹമ്മദ് യഥാർത്ഥത്തിൽ അവിടെ ആശയപരമായി സമ്പൂർണമായി പരാജയപ്പെട്ടതിൻ്റെ നിരാശയിൽ നിന്നാണ് അദ്ദേഹത്തിന് നാട് വിട്ടു പോകണം എന്ന ഒരുതരം പ്രതികാര ബുദ്ധി ഉണ്ടായത് എന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്. എങ്ങനെയാണ് മക്കയിലെ ഈ മുശ്രിക്കുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മക്കയിലെ ജനങ്ങൾ മുഹമ്മദിനെ കൈകാര്യം ചെയ്തത് എന്നതിൻ്റെ വളരെ കൃത്യമായ ചിത്രം, വാങ്മയ ചിത്രം ഖുർആനിൽ തന്നെ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ ഖുർആനിൽ വരച്ചു വെച്ചിട്ടുള്ള ആ ചിത്രത്തിന് ഖുർആൻ അവതരിച്ച് 200 വർഷങ്ങൾക്ക് ശേഷം രചിക്കപ്പെട്ട ചരിത്രത്തിലോ ഹദീസ് ഗ്രന്ഥങ്ങളിലോ ഉള്ളതിനേക്കാൾ ആധികാരികത കൽപ്പിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ഖുർആനിനെ മാത്രം അവലംബമാക്കിക്കൊണ്ട് ഞാൻ ആ വസ്തുതകൾ അവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്.
മുഹമ്മദ് മുന്നോട്ട് വെച്ച ആശയം ആ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, ആ ദൈവം അള്ളാഹുവാണ്, താൻ ആ ദൈവത്തിൻ്റെ അവസാനത്തെ ദൂതനാണ്, പ്രവാചകനാണ് എന്ന ഒരാശയമാണ് മക്കയിൽ മുഹമ്മദ് മുന്നോട്ട് വെച്ചത്. അതിനെ മക്കയിലുള്ള ജനങ്ങൾ വളരെ യുക്തിസഹമായ രീതിയിൽ, ജനാധിപത്യപരമായ രീതിയിൽ ചോദ്യം ചെയ്തു. ചോദ്യങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും അദ്ദേഹത്തെ അവർ ഉത്തരം മുട്ടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഉത്തരം മുട്ടിപ്പോയപ്പോൾ ഇനി ഈ നാട്ടിൽ തൻ്റെ ദൗത്യം ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്ന് ബോധ്യമായപ്പോഴാണ് അദ്ദേഹം നാടുവിടാൻ തീരുമാനിച്ചത്. ആ സംവാദം, ഈ മക്കയിലെ മുശ്രിക്കുകളും മുഹമ്മദ് നബിയും തമ്മിലുള്ള സംവാദം അള്ളാഹുവിൻ്റെ വെളിപാടുകൾ എന്ന നിലയിൽ തന്നെ ഖുർആനിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുറേ ഉദാഹരണങ്ങളാണ് ഞാൻ ജാഹിലിയ എന്ന പ്രഭാഷണത്തിൽ അവതരിപ്പിച്ചത്. ഒരു ഉദാഹരണം മാത്രം ആവർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. മുഹമ്മദിനെ അവരെങ്ങനെയാണ് വെള്ളം കുടിപ്പിച്ചത് എന്നതിൻ്റെ ഞാൻ അതിൽ പറഞ്ഞ ഒരു ഉദാഹരണം തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്, പലരും കേട്ടിട്ടില്ല എന്നതുകൊണ്ട്. മുഹമ്മദ് ഒരിക്കൽ വെളിപാടായി പറഞ്ഞു, ഖുർആനിൽ ഒരു വെളിപാട് വന്നു, അള്ളാഹു ഒഴികെ നിങ്ങൾ ആരാധിക്കുന്ന എല്ലാ ദൈവങ്ങളും അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളും നിങ്ങളും നരകത്തിലെ വിറകായിരിക്കും എന്ന് ഖുർആനിലൊരായത്ത്. ആരാധിക്കുന്നവർ മാത്രമല്ല, ആരാധിക്കപ്പെടുന്നവരും ആരാധിക്കപ്പെടുന്ന വസ്തുക്കളും നരകത്തിലായിരിക്കും എന്ന ഒരു വാക്യം മുഹമ്മദ് അള്ളാഹുവിൻ്റെ വെളിപാടായി ഉരുവിട്ടു. ഖുറൈശികളിൽ ചില ബുദ്ധിമാന്മാരായ ആളുകൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി നല്ല ഒരു ട്രാപ്പിൽ കുടുക്കി. എങ്ങനെ കുടുക്കിയത്? അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിച്ചു, നമ്മുടെ ദൈവങ്ങളായ ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയിട്ടുള്ള മക്കയിലെ ഖുറൈശി ദൈവങ്ങൾ, ആ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളും മാത്രമായിരിക്കുമോ നരകത്തിൽ, അതോ എല്ലാവരും ആരാധിക്കുന്ന, ആരാലും ലോകത്തെവിടെയും ആരാധിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളും എല്ലാവരും നരകത്തിലാവുമോ എന്ന് ഒന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു, തീർച്ചയായിട്ടും എല്ലാവരും നരകത്തിലായിരിക്കും, ആരാധിക്കപ്പെടുന്ന എല്ലാവരും നരകത്തിലായിരിക്കും എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അതോടെ ട്രാപ്പിൽ കുടുങ്ങി. എന്നിട്ട് അവർ ചോദിച്ചു, ഈസാ നബിയെ ആരാധിക്കുന്നു ക്രിസ്ത്യാനികൾ, ഉശൈർ നബിയെ ആരാധിക്കുന്നു ജൂതന്മാർ, മലക്കുകളെ ആരാധിക്കുന്നു അവിടെ മക്കയിൽ അറേബ്യയിലുള്ള വേറെ ഒരു ഗോത്രവിഭാഗങ്ങൾ. അപ്പോൾ ഈസാ നബിയും മലക്കുകളും ഉസൈർ നബിയും ഒക്കെ നരകത്തിലായിരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞ അബദ്ധം മനസ്സിലായി. അക്ഷരാർത്ഥത്തിൽ ഉത്തരം മുട്ടി വെള്ളം കുടിച്ചു. അതോടുകൂടി അവര് അവിടുന്ന് ആർത്തു വിളിച്ചു, മുഹമ്മദ് തോറ്റേ എന്ന് ഈ മക്കക്കാരെല്ലാവരും കൂടെ കൂട്ടത്തോടെ ആർത്തു വിളിച്ച് ആഘോഷിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ഈ അബദ്ധം തിരുത്താൻ വേണ്ടി പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ കുറെ സമയങ്ങൾക്ക് ശേഷം അദ്ദേഹം വേറെ വെളിപാടിറക്കി. അത് അവർക്കൊക്കെ ഇളവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നരകത്തിലാണെന്ന് ആദ്യം പറയുകയും പിന്നീട് ഈസാ നബിക്കും മലക്കുകൾക്കും ഉസൈറിനും ഒക്കെ പ്രത്യേകം ഇളവ് കൊടുത്തിട്ടുണ്ട് എന്ന് രണ്ടാമത് ആയത്തിറക്കുകയും ചെയ്തു. പക്ഷേ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ തുടർച്ചയായിട്ട് ഖുറൈശികളുടെ മുമ്പിൽ അവതരിപ്പിച്ചതോടുകൂടി ഇദ്ദേഹത്തിന്റെ പ്രവാചകത്വം അവിടെ പൊളിഞ്ഞു പോവുകയാണ് ചെയ്തത്. അങ്ങനെ അവിടെ നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹം മദീനയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. മദീനയിലേക്ക് വെറുതെ ചുമ്മാ അങ്ങ് പോകുന്നല്ല, 3 വർഷം നീണ്ടു നിന്ന ഗൂഢാലോചനയുടെ ഫലമായി കൃത്യമായ ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട്, അക്കബ ഉടമ്പടികൾ എന്നാണ് ആ ഉടമ്പടികളുടെ പേര്, ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട്, വ്യവസ്ഥകൾ ഉണ്ടാക്കിക്കൊണ്ട്, മദീനയിലെ ചില ഗോത്രങ്ങളുമായി സന്ധി ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം വളരെ ആസൂത്രിതമായിട്ട് മദീനയിലേക്ക് കടക്കുകയാണ് ചെയ്തത്. അതിനു മുമ്പ് പലയിടത്തും അഭയം തേടി പോകാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയാണ്. അങ്ങനെ മദീനയിലെത്തിയ അദ്ദേഹം പിന്നീട് എന്താണ് ചെയ്തത് എന്നതാണ് ഞാനിവിടെ
പറയാൻ പോകുന്നത്, പക്ഷെ ഞാൻ പറയുന്നില്ല, ഞാൻ വായിക്കുന്നേ ഉള്ളൂ. പറയുന്നതിനേക്കാൾ ബോറായിരിക്കും വായന എന്നുള്ള കാര്യം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ബോറായാലും ശരി വായന തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ പറയുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു എന്ന മട്ടിൽ എൻ്റെ മേൽ ആരോപണം വരും. ഞാൻ നുണ പറയുകയാണ്, വളച്ചൊടിച്ചതാണ്, മുറിച്ചെടുത്തതാണ്, അല്ലെങ്കിൽ കഷ്ണം മുറിച്ചതാണ്, സന്ദർഭത്തിൽ നടത്തിയതാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു വ്യാഖ്യാനം വരും എന്നതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിച്ചാലും വേണ്ടില്ല, ഞാനൊരു പുസ്തകത്തിൽ നിന്ന് വായിക്കാനാണ് തീരുമാനിച്ചത്. ഇനി ഞാൻ വായിക്കാൻ പോകുന്ന പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ, ആ പുസ്തകത്തെ ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു വാദത്തിന് കൂടി അഡ്വാൻസ് ആയിട്ട് വിശദീകരണം നൽകേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ അങ്ങനെയാണ്. ആധികാരികമായ ഏറ്റവും പഴക്കമുള്ള മതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എടുത്ത് നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉദ്ധരിച്ച് വിമർശനം ഉന്നയിച്ചാൽ പറയുന്ന വാദം, ആ കിതാബൊന്നും ശരിയല്ല, അതൊക്കെ ഞങ്ങൾ ഇന്നേ തള്ളിയിരിക്കുന്നു. ഇപ്പോൾ കിതാബ് തള്ളലിൻ്റെ കാലമാണ്. ആ തള്ളുന്ന കിതാബുകളിൽ ഏതൊക്കെ കിതാബുകളാണ് പോകുന്നത്? ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണ ഗ്രന്ഥങ്ങളായിട്ടുള്ള ഹദീസുകൾ മുഴുവൻ തള്ളൽ കിതാബുകളായി മാറി. ഈ ഹദീസുകളെ അടിസ്ഥാനമാക്കി ഖുർആനിൽ എഴുതപ്പെട്ടിട്ടുള്ള പഴയകാലത്തെ ആധികാരികമായ തഫ്സീർ ഗ്രന്ഥങ്ങൾ അഥവാ വ്യാഖ്യാന ഗ്രന്ഥങ്ങളെല്ലാം തള്ളൽ കിതാബുകളായി മാറി. ചുരുക്കി പറഞ്ഞാൽ ഒരു 18-ാം നൂറ്റാണ്ടിന് മുമ്പ് ഇസ്ലാമിക ലോകത്ത് നിലനിന്നിരുന്ന എല്ലാ ആധികാരിക പ്രമാണങ്ങളും തള്ളൽ കിതാബുകളായി മാറി. ഖുർആനിന് പുതിയ വ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട് പഴയ വ്യാഖ്യാനങ്ങളെ തള്ളുമ്പോൾ യഥാർത്ഥത്തിൽ ഖുർആൻ പോലും തള്ളപ്പെടുക. അങ്ങനെ ഒരു തള്ളൽ സിദ്ധാന്തവുമായി രക്ഷപ്പെടാനാണ് ഇപ്പോൾ മതത്തിൻ്റെ സംരക്ഷകർ ശ്രമിക്കുന്നത്. ഞാനിവിടെ വായിക്കാൻ പോകുന്ന പുസ്തകം പച്ച മലയാളത്തിൽ ഒരുപക്ഷെ ഒരു നൂറ്റാണ്ട് കാലത്തോളമെങ്കിലുമായി കാണും അച്ചടിച്ച് ഇവിടുത്തെ മത പണ്ഡിതന്മാർ അവരുടെ ദർസുകളിലും അവരുടെ മതപണ്ഡിത കേന്ദ്രങ്ങളിലും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആദ്യത്തെ ബൃഹത്തായ മലയാള ചരിത്രഗ്രന്ഥം, ഇസ്ലാമിക ചരിത്രഗ്രന്ഥമാണ്. ഒരുപാട് പഴക്കം ഉള്ള ഒരു കിതാബാണ് എൻ്റെ കയ്യിലുള്ളത്. എത്രത്തോളം എന്നാൽ ഞാൻ ഓരോ പേജും എടുത്തിട്ടാണ് വായിച്ചിരുന്നത്. കാരണം ഞാൻ 10-40 കൊല്ലം മുമ്പ് ശേഖരിച്ച പുസ്തകമാണ്. ഇപ്പോൾ അത് ഓരോ പേജും വേറിട്ട് കിടക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പേജുകളൊക്കെ എടുക്കുമ്പോൾ എനിക്ക് തുമ്മൽ വരികയും ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ചെയ്തു. കാരണം അത്രയും പഴക്കമുള്ള മങ്ങിയ പുസ്തകമാണ്. അതിൽ നിന്ന് ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ കൊണ്ട് സ്ക്രീൻ ചെയ്ത് എടുത്ത ചിത്രങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. മങ്ങിയ ചിത്രങ്ങളായിരിക്കും. ആ മങ്ങിയ ചിത്രങ്ങൾ നോക്കി ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വായനയുടെ ബോറടി അനുഭവപ്പെടുകയും ചെയ്യും. ഞാൻ വായിക്കുന്ന പ്രധാന പുസ്തകത്തിൻ്റെ പേര് താരീഖുൽ ഇസ്ലാം, ഇസ്ലാം സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം എന്നാണ്. ഇവിടുത്തെ ആമിന ബുക്ക് സ്റ്റാൾ എന്ന് പറയുന്ന സുന്നി കിതാബുകൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്ന ബുക്ക് സ്റ്റാളിൽ നിന്നാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അബ്ദുൽ അലി മാഷും സയ്യിദ് മുഹമ്മദൊക്കെ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെയൊക്കെ വീടുകളിൽ ഈ പുസ്തകമുണ്ട്. അവരുടെയൊക്കെ കയ്യിൽ നിന്ന് കിട്ടിയ പുസ്തകമാണ് എൻ്റെ കയ്യിലും ഉള്ളത്. ഞങ്ങളെല്ലാവരും ഒരു 10-40 വർഷം മുമ്പ് തന്നെ വായിച്ച് ഒരുപാട് ചിരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ള ചരിത്ര പുസ്തകമാണത്. ഇനി ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ജാഹിലിയയിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ചരിത്രത്തിന് പൊതുവെ രചിക്കപ്പെട്ട എല്ലാ ചരിത്രങ്ങൾക്കും പരിമിതികളുണ്ട്. മറ്റു വിജ്ഞാന ശാഖ പോലെയല്ല ചരിത്രം എന്ന് പറയുന്നത്. ചരിത്രം അത് എഴുതപ്പെട്ട കാലവും അത് എഴുതിയ ആളുകളും അത് എഴുതാനിടയായ ഉദ്ദേശ്യങ്ങൾ, ആ എഴുതുന്നവർ അത് എഴുതുന്നതിലൂടെ എന്താണോ ഉദ്ദേശിക്കുന്നത്, ഈ ഉദ്ദേശ്യങ്ങളൊക്കെ അനുസരിച്ച് ചരിത്രം വളരെ വളരെ പരിമിതപ്പെട്ട് കിടക്കുന്ന ഒരു വിജ്ഞാന ശാഖയാണ്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ കാര്യത്തിൽ ഈ സവിശേഷത കുറച്ചും കൂടെ കൂടുതലുമാണ്. കാരണം ഇസ്ലാമിൻ്റെ ചരിത്രം രചിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകളെല്ലാം ശേഖരിച്ചിട്ടുള്ളത് ഇസ്ലാമിക് സോഴ്സിൽ നിന്ന് മാത്രമാണ്. ഇസ്ലാമിൻ്റെ മറുപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ യാതൊരു രേഖയും ഈ ചരിത്ര രചനയ്ക്ക് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഏകപക്ഷീയമായി ഇസ്ലാമിൻ്റെ ആളുകൾ മാത്രം രചിച്ചിട്ടുള്ള പുസ്തകമാണ്.
അത് എഴുതപ്പെടുന്നതാകട്ടെ ഈ സംഭവങ്ങളെല്ലാം നടന്ന് 200 വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ 150-200 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ ചരിത്രം എഴുതുന്നത്. ആ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥങ്ങളെ ആധാരമാക്കി മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള മലയാള പുസ്തകമാണ് ഞാൻ പറഞ്ഞ സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം എന്ന പുസ്തകം. അപ്പോൾ കാലം 200 വർഷം കഴിയുമ്പോഴേക്കും ഇസ്ലാം ലോകത്താകെ വ്യാപിച്ചിട്ടുണ്ട്. ഒരു വലിയ സാമ്രാജ്യമായി ഇസ്ലാം വികസിച്ചതിന് ശേഷമാണ് ഇസ്ലാമിൻ്റെ ചരിത്രം രചിക്കപ്പെടുന്നത്. അവിടെ തന്നെ ആ ചരിത്രം ഒരുപാട് പരിമിതികൾക്ക് വിധേയമാകും. കാരണം അപ്പോഴേക്കും ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു മതമായി വികസിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ആ മതത്തിൻ്റെ ആളുകൾ അതിൻ്റെ ചരിത്രം എഴുതുമ്പോൾ സ്വാഭാവികമായും അതിൽ വന്നു ചേരാവുന്ന ഒരുപാട് അതിശയോക്തികൾ ഇതിനകത്ത് തീർച്ചയായും വന്നു ചേർന്നിട്ടുണ്ട്. ഈ സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രത്തിലെ ആ അതിശയോക്തികളെ മുഴുവൻ മാറ്റി നിർത്തിയാൽ അതിൽ നിന്ന് ചരിത്ര വസ്തുതകൾ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ലഭിക്കൂ. അങ്ങനെ ലഭിക്കുന്ന വസ്തുതകളാവട്ടെ മുഹമ്മദ് നബിയെയും ഇസ്ലാം മതത്തെയും ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും മഹത്തരമായി പുകഴ്ത്തി കാണിക്കാൻ വേണ്ടി മാത്രം രചിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നതുകൊണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പോസിറ്റീവായിട്ടുള്ള എക്സാജറേഷൻ ആണ് എന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഒരിക്കലും പ്രവാചകനെ മോശമായി ചിത്രീകരിക്കണം എന്ന് ഉദ്ദേശിച്ച് എഴുതപ്പെട്ടതല്ല. എന്നാൽ ഞാൻ വായിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു കേൾക്കുമ്പോൾ, നിങ്ങളല്ല വിശ്വാസികളായ സുഹൃത്തുക്കൾ വായിച്ചു കേൾക്കുമ്പോൾ അവർക്ക് അല്പം വിഷമം ഉണ്ടാവും. എന്താ വിഷമം? എൻ്റെ അമ്മോ, ഇതാണോ ഞങ്ങൾ വിശ്വസിച്ചു പോരുന്ന പ്രവാചകന്റെ ജീവിത ചരിത്രം എന്ന് നിങ്ങൾ അതിശയപ്പെട്ടു പോകും. അത്രത്തോളം, ബാക്കി ഞാൻ പറയുന്നില്ല, രസകരമാണ് ഈ ചരിത്രം. പക്ഷേ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നു, വിശ്വാസികളായ സുഹൃത്തുക്കളോടാണ് പറയുന്നത്, നിങ്ങൾ ഈ കാര്യത്തിൽ അങ്ങനെ വിഷമമൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാ ചരിത്രങ്ങളും അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന മാനവിക മൂല്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും നമ്മൾ പറയുന്ന ഈ ഏറ്റവും മഹത്തരമായ സാമൂഹിക ധാർമ്മിക മൂല്യങ്ങളുമൊക്കെ രൂപപ്പെട്ടു വന്നിട്ട് വളരെ കുറച്ച്, ഏതാനും ദശകങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. 100 വർഷം പോലും ആയിട്ടില്ല. യുദ്ധം, അക്രമം, കൊള്ള, ഇതൊക്കെ മോശമായ കാര്യമാണ് എന്ന് മനുഷ്യ സമൂഹം ചിന്തിച്ചു തുടങ്ങിയിട്ട് 50 കൊല്ലമേ ആയിട്ടുള്ളൂ. 2 ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷമാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യര് യുദ്ധത്തിനെതിരായി ചിന്തിച്ചു തുടങ്ങിയത്. അത്രയും കാലം വരെയുള്ള മനുഷ്യന്റെ ചരിത്രം മുഴുവനും യുദ്ധങ്ങളുടെ ചരിത്രമാണ്, അധിനിവേശങ്ങളുടെ ചരിത്രമാണ്, വെട്ടിപ്പിടുത്തങ്ങളുടെ ചരിത്രമാണ്, അക്രമങ്ങളുടെ ചരിത്രമാണ്, കൊള്ളകളുടെ ചരിത്രമാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ ചരിത്രത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അയ്യോ എൻ്റെ പ്രവാചകൻ അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിശ്വാസികളും അവിശ്വാസികളും ബേജാറാവേണ്ടതില്ല. ചരിത്രബോധത്തോടു കൂടി വായിച്ചാൽ വളരെ സ്വാഭാവികമായി സംഭവിക്കേണ്ട കാര്യങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്നത്തെ നമ്മുടെ മൂല്യബോധം വെച്ചുകൊണ്ട് ഈ ചരിത്രത്തെ നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് ഇതിലെ വേറെ ചില വസ്തുതകൾ, നമ്മളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ എത്രത്തോളം വസ്തുതാപരമാണ് എന്ന് ബോധ്യപ്പെടുക. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ചരിത്രം വായിക്കുന്നത്.